എല്ലാവർക്കും നമസ്കാരം. ഹിന്ദി മിത്രം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്താം ക്ലാസ്സിലെ ഹിന്ദി പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ യൂണിറ്റിലുള്ള സബ്സെ ബഡാ ഷോമാൻ എന്ന പാഠമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. കുട്ടികളെ, ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. प्यारे बच्चों, जैसा कि आप लोग जानते हैं, ये दुनिया जो है कोशिश करने वालों की है. അപ്പോൾ നമുക്കറിയാവുന്നതാണ്, ഈ ലോകമെന്ന് പറയുന്നത് കോശിഷ് കർണേ വാലോം കി ഹെ, പരിശ്രമശാലികൾക്കുള്ളതാണ്. അല്ലാതെ മുസീബത്തോं के आगे സിർ ചുക്നെ വാലോം കി നഹി, പ്രതിസന്ധികൾക്ക് മുന്നിൽ തലകുനിക്കുന്നവർക്ക് ഉള്ളതല്ല ഈ ലോകം. ഇവിടെ വെല്ലുവിളികളെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നവർക്കാണ് സ്ഥാനമുള്ളത്. पिछले क्लासों में आयाम कलाम फिल्म का नायक छोटू यानी कलाम के जरिए हमें मालूम हुआ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നാം പരിചയപ്പെട്ട അയാം കലാം എന്ന സിനിമയിലെ നായക കഥാപാത്രമായ ചോട്ടുവിന്റെ അല്ലെങ്കിൽ കൊച്ചു കലാമിന്റെ ആ ഒരു ജീവിതത്തിലൂടെ നാം മനസ്സിലാക്കിയതാണ് कि जिंदगी में जीत या सफलता, ഈ ജീവിതത്തിൽ സഫലത അല്ലെങ്കിൽ വിജയം സിർഫ് വഹി ഹാസിൽ കർ സക്തേ ഹൈ, ആർക്കാണ് നേടിയെടുക്കാൻ കഴിയുന്നത്? जो अपनी किस्मत पर भरोसा न करके कर्म पर भरोसा करते हैं. അപ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ വിജയം നേടിയെടുക്കാൻ കഴിയുന്നത് കിസ്മത് പർ ഭരോസ ന കർക്കെ, വിധിയിൽ വിശ്വാസം അർപ്പിക്കാതെ അല്ലെങ്കിൽ ഭാഗ്യത്തിൽ മാത്രം വിശ്വാസം അർപ്പിച്ചിരിക്കാതെ കർമ്മ പർ ഭരോസ കർത്തേ ഹെ, അപ്പോൾ തങ്ങളുടേതായിട്ടുള്ള പ്രവൃത്തിയിൽ അല്ലെങ്കിൽ അധ്വാനത്തിൽ വളരെയധികം വിശ്വാസം അർപ്പിക്കുന്നവർക്കാണ് ഈ ലോകത്ത് വിജയിക്കുവാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ കൊച്ചു കലാം അതിനൊരു ഉദാഹരണമായിരുന്നു. കഠിനമായ പ്രയത്നത്തിലൂടെ നമുക്ക് നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ കഴിയുമെന്ന് കൊച്ചു കലാം അവിടെ നമ്മെ പഠിപ്പിച്ചു. വാസ്തവമേ अपनी क्षमताओं पर विश्वास करके, നമ്മുടേതായ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് तथा उनका विकास करके आगे बढ़ने वालों की ही सफलता मिलती है. അപ്പോൾ തങ്ങളുടെ കഴിവുകളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് उनका विकास करके, അവയെ വികസിപ്പിച്ച് തങ്ങളുടെ ശേഷികളെ വികസിപ്പിച്ച് ആകെ बढ़ने वालों की ही, മുന്നോട്ട് പോകുന്നവർക്ക് മാത്രമാണ് സഫലത മിൽത്തി ഹെ, ഇവിടെ വിജയം ലഭിക്കുന്നത് അല്ലെങ്കിൽ ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നത്. महात्माओं एवं मशहूर व्यक्तियों की जिंदगी की ओर सरा ध्यान दे दो. അപ്പോൾ മഹാത്മാക്കളുടെയും അതുപോലെ തന്നെ മശൂർ വ്യക്തിയും കി, വിഖ്യാതരായ അല്ലെങ്കിൽ പ്രസിദ്ധരായ വ്യക്തികളുടെയും ജിന്ദഗി കി ഓർ, അവരുടെ ആ ജീവിതത്തിലേക്ക് സരാ ധ്യാൻ ദേ ദോ, നാം ശ്രദ്ധിക്കുകയാണ് എങ്കിൽ ഹം ഇസ്കെ കൈ നമൂനെ ദേഖ് സക്തേ ഹെ, നമുക്കിതിന്റെ ഒത്തിരി മാതൃകകൾ കാണാൻ കഴിയും. बच्चों, आज के क्लास में हम एक ऐसे कलाकार से परिचित होंगे. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത് ഇപ്രകാരം ഒരു കലാകാരനെയാണ്. जो अपने कला कौशल एवं कठिन परिश्रम के जरिए, അപ്പോൾ തന്റേതായിട്ടുള്ള കലാനൈപുണ്യം കൊണ്ടും കഠിനാധ്വാനം കൊണ്ടും വിശ്വ ഭർ में अपनी अमिट छाप छोड़ दी है, ഈ ലോകം മുഴുവൻ തന്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരു കലാകാരനെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നാം പരിചയപ്പെടുന്നത്. क्या आप जानते हैं वे कौन है? ആരാണ് ആ വിശ്വവിഖ്യാതനായ കലാകാരൻ എന്ന് നിങ്ങൾക്കറിയാമോ? शायद आप लोग उनका ये कथन सुने होंगे. ഒരുപക്ഷേ നിങ്ങൾ അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും. मुझे बारिश में चलना पसंद है, मेरे आंसू जो नहीं देख पाता है कोई. अर्थात I like walking in the rain because nobody can see my tears. എനിക്ക് മഴ നനഞ്ഞ് നടക്കുവാൻ ഇഷ്ടമാണ്, കാരണം ആരും തന്നെ എൻ്റെ കണ്ണുനീർ കാണില്ല. ആരുടേതാണ് ഈ വാക്കുകൾ? हाँ, ये तो विश्व के महान कलाकार चार्ली चैपलिन की है.
ഈ വാക്കുകൾ മറ്റാരുടേതുമല്ല, വിശ്വക്കെ മഹാൻ കലാകാർ, ലോകത്തെ മഹാനായ കലാകാരൻ ചാർലി ചാപ്ലിൻ്റെതാണ്. ബച്ചോ, क्या आप ചാർലി ചാപ്ലിൻ के बारे में कुछ जानते हैं? കുട്ടികളെ, നിങ്ങൾക്ക് ചാർലി ചാപ്ലിൻ എന്ന ആ മഹാനായ കലാകാരനെ കുറിച്ച് എന്താണ് അറിയാവുന്നത്? സുനിയെ, സിനിമ എന്ന മാധ്യമത്തെ തനിക്ക് മുൻപും പിമ്പും എന്ന് രണ്ടായി പകുത്തുവെച്ച, ലോകത്തെ ഒരുപാട് ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത അതുല്യ പ്രതിഭ ചാർലി ചാപ്ലിൻ. 1889 ഏപ്രിൽ 16 ലണ്ടനിൽ ജനിച്ച ചാർലി ചാപ്ലിന്റെ പൂർണ്ണമായ പേര് ചാൾസ് സ്പെൻസർ ചാപ്ലിൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരിക്കലും വെള്ളിത്തിരയിലെ പോലെ നർമ്മം പടർത്തുന്നതായിരുന്നില്ല. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും അനാഥത്വവും നിറഞ്ഞതായിരുന്നു ചാപ്ലിന്റെ ബാല്യം. കലയും കഷ്ടപ്പാടും മാത്രം പാരമ്പര്യമായി കിട്ടിയ കുട്ടി. അമ്മ ഹന്ന പാട്ടുകാരിയായിരുന്നു. അച്ഛൻ ചാൾസ് ചാപ്ലിൻ സംഗീതശാലയിലെ അറിയപ്പെടുന്ന നടൻ. ചാപ്ലിന് 3 വയസ്സുള്ളപ്പോൾ അച്ഛനും അമ്മയും വേർപിരിയുന്നു. പാട്ടുപാടുന്നതിന് പുറമെ തുന്നൽ പണികൾ ചെയ്തും അടുത്തുള്ള വീട്ടുകാരെ സഹായിച്ചും അമ്മ ഹന്ന ചെറിയ വരുമാനമുണ്ടാക്കി. എന്നാൽ ഭക്ഷണത്തിന് മാത്രമേ അത് തികഞ്ഞിരുന്നുള്ളൂ. അങ്ങനെയിരിക്കെ സംഗീതശാലയിൽ പാടിക്കൊണ്ടിരുന്ന ഹന്നയുടെ സ്വരം പെട്ടെന്ന് നിലച്ചു. കാണികൾ ബഹളമുണ്ടാക്കുകയും കൂകി വിളിക്കുവാനും തുടങ്ങി. അമ്മയുടെ മനോഹരമായ പാട്ട് കേൾക്കാനായി സ്റ്റേജിന് പുറകിൽ നിന്ന് കാതോർത്ത ചാപ്ലിന് കേൾക്കാനായത് ആൾക്കൂട്ടത്തിന്റെ അട്ടഹാസവും അലർച്ചയും മാത്രം. അന്നത്തെ ആ സംഗീത പരിപാടിയുടെ മാനേജറുടെ നിർബന്ധപ്രകാരം തന്റെ അമ്മയുടെ പകരക്കാരനായി വേദിയിലെത്തിയ ചാർലി ഒരു 5 വയസ്സുകാരന്റെ എല്ലാ നിഷ്കളങ്കതയോടും തന്മയത്വത്തോടും കൂടെ തന്നെ ആടിയും പാടിയും കാണികളെ സന്തോഷിപ്പിച്ചു. ചാർലി ചാപ്ലിൻ എന്ന മഹാനടന്റെ അഭിനയ ജീവിതത്തിന് അവിടെ തിരശീല ഉയരുകയായിരുന്നു. ഹന്നയ്ക്ക് പിന്നീട് ഒരിക്കലും പാടാൻ കഴിഞ്ഞില്ല. അതോടെ കുടുംബത്തിന്റെ അവസ്ഥ വളരെയധികം മോശമായി. അന്നാട്ടിലെ ദരിദ്ര വിദ്യാർത്ഥികൾക്കുള്ള സ്കൂളിലാണ് ചാർലിക്കും സഹോദരൻ സിഡ്നിക്കും പ്രവേശനം ലഭിച്ചത്. കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം 1898 തന്റെ 9ാമത്തെ വയസ്സിൽ ചാർലിയുടെ സ്കൂൾ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു. ചാർലിയുടെ പിതാവ് മരണപ്പെട്ടു. സഹോദരൻ സിഡ്നിക്ക് ദൂരെയുള്ള കപ്പലിൽ ജോലി കിട്ടി. എന്നാൽ ഒരിക്കൽ അവൻ ജോലി ചെയ്തിരുന്ന കപ്പൽ ആഫ്രിക്കയിൽ പോയ ശേഷം യാതൊരു വിവരവും ലഭിക്കാതിരുന്നത് അമ്മയെ അസ്വസ്ഥയാക്കി. ക്ഷീണവും സങ്കടവും കാരണം തുന്നൽ പണികളും മുടങ്ങി. അവരുടെ മാനസിക നില തകരാറിലായി. വെറും 14 വയസ്സ് മാത്രമുള്ള ചാർലി 20 മൈൽ അകലെയുള്ള ഭ്രാന്താശുപത്രിയിൽ അമ്മയെ ആക്കിയ ശേഷം തിരിച്ചെത്തുന്നു. തുടർന്നുള്ള ചാർലിയുടെ ദിനങ്ങൾ ഏറെ ദുരിതപൂർണമായിരുന്നു. നന്നേ ചെറുപ്പത്തിൽ തന്നെ സംഗീത പരിപാടികളിലും ചെറിയ വേഷങ്ങളുമായി അരങ്ങിലും അഭിനയിച്ചു തുടങ്ങിയ ചാപ്ലിന്റെ ജീവിതം വഴിമാറുന്നത് 19ാമത്തെ വയസ്സിൽ അമേരിക്കയിലേക്ക് പോകുന്നതോടെയാണ്. പ്രസിദ്ധമായ ഫ്രെഡ് കർണോ നാടക കമ്പനിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ചാപ്ലിൻ 1914 ആവുമ്പോഴേക്കും കീസ്റ്റോൺ സ്റ്റുഡിയോയ്ക്ക് വേണ്ടി വെള്ളിത്തിരയിൽ മുഖം കാണിച്ചു തുടങ്ങി. 5 വർഷത്തിനകം തന്നെ ചാപ്ലിൻ തന്റെ സ്വന്തം സിനിമാ സംരംഭം ആരംഭിക്കുകയായിരുന്നു. യുണൈറ്റഡ് ആർട്ടിസ്റ്റ് എന്ന ബാനറിൽ പിന്നീട് ഒട്ടനവധി സിനിമകൾ. ആദ്യ മുഴുനീള സിനിമ 1921 ദി കിഡ്, പിന്നെ എ വുമൺ ഓഫ് പാരീസ്, ദി ഗോൾഡ് റഷ്, സിറ്റി ലൈറ്റ്സ്, മോഡേൺ ടൈംസ്, ദി സർക്കസ് തുടങ്ങി ചാപ്ലിൻ ചെയ്ത സിനിമകൾ നിശബ്ദ സിനിമയ്ക്ക് ചിരിയുടെയും ആരവത്തിന്റെയും രസക്കൂട്ട് തീർത്തു. അന്നുവരെ ഉണ്ടായിരുന്ന സിനിമാ സങ്കല്പങ്ങൾ ചാപ്ലിന്റെ നടന മികവിൽ നവീകരിക്കപ്പെടുകയായിരുന്നു. ചടുലമായ താളങ്ങൾക്കനുസരിച്ചുള്ള ശരീരചലനം, അപാരമാംവിധം നിയന്ത്രിക്കപ്പെടുന്ന അതിലെ വേഗതയുടെ ഏറ്റക്കുറച്ചിലുകൾ, അതിസൂക്ഷ്മവും ഗഹനവുമായ ഭാവപകർച്ചകൾ, ഏച്ചുകെട്ടലുകളോ ആവർത്തന വിരസതയോ തോന്നിപ്പിക്കാത്ത കഥാപാത്രങ്ങളിലെ തുടർച്ച, ഇതൊക്കെയാണ് ചാപ്ലിൻ എന്ന നടനെ അനന്യ സാധാരണമാക്കിയത്. പിന്നീട് ശബ്ദത്തിന്റെ ലോകത്തിലേക്ക് ചാപ്ലിൻ കടന്നു വരുന്നത് ദ ഗ്രേറ്റ് ഡിക്റ്റേറ്ററിലൂടെയാണ്. ലോകം ഭയന്ന ഹിറ്റ്ലർ എന്ന ഫാസിസ്റ്റ് നേതാവിനെ ചാപ്ലിൻ സ്വതസിദ്ധമായ ഹാസ്യത്തിൽ അവതരിപ്പിച്ചു. ചാപ്ലിൻ തുടർച്ചയായി ചെയ്തുകൊണ്ടിരുന്ന ട്രാംപ് എന്ന കഥാപാത്രം ഏറെ പ്രസിദ്ധമാണ്. അദ്ദേഹത്തിന്റെ തൊപ്പിയും മുറിമീശയും ഇറക്കം കുറഞ്ഞ കോട്ടും വലിയ ഷൂസും
അയഞ്ഞ ട്രൗസറും ചൂരൽ വടിയുമൊക്കെ ലോകപ്രസിദ്ധമായി. അഭിനേതാവ്, സംവിധായകൻ, സംഗീത സംവിധായകൻ, ആക്ഷൻ സംവിധായകൻ, എഡിറ്റർ, നിർമ്മാതാവ് തുടങ്ങി ചാപ്ലിൻ കൈവയ്ക്കാത്ത ഒരു മേഖലയും സിനിമയിൽ ഉണ്ടായിരുന്നില്ല. 2 തവണ ഓസ്കാർ പുരസ്കാരം നേടിയ ഈ മഹാനായ കലാകാരനെ 1975 മാർച്ച് 9 ഇംഗ്ലണ്ടിലെ രാജ്ഞിയായ ക്യൂൻ എലിസബത്ത് II സർ പദവി നൽകി ആദരിച്ചു. 1977 ഡിസംബർ 25 തന്റെ 88ാമത്തെ വയസ്സിൽ ചാർലി ചാപ്ലിൻ എന്ന വിശ്വവിഖ്യാതനായ ആ മഹാനടൻ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. ലോക സിനിമ സാങ്കേതിക തികവിൽ ഏറെ മുന്നോട്ട് പോയിട്ടും ചാപ്ലിൻ ഇന്നും जनहृदयങ്ങളിൽ അനശ്വരനായി നിലകൊള്ളുന്നു. तो बच्चों, विश्व के महान कलाकार चार्ली चैप्लिन की जीवनी का कुछ अंश ലോകത്തെ വിഖ്യാത കലാകാരനായ ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തിന്റെ കുറച്ചു ഭാഗം आपकी पाठ्यपुस्तिका में है. നിങ്ങളുടെ ഹിന്ദി പാഠപുസ്തകത്തിലുണ്ട്. पाठ का नाम है सबसे बड़ा शोमैन, ഏറ്റവും വലിയ പെർഫോമർ. और जीवनीकार का नाम है ഗീർ ചതുർവേദി. ഇപ്പോൾ ഗീർ ചതുർവേദി എന്ന എഴുത്തുകാരനാണ് ഈ ജീവനി എഴുതിയിട്ടുള്ളത്. तो बच्चों, सोचिए ये जीवनी क्या है? എന്താണ് ഈ ജീവനി എന്ന് പറയുന്നത്? हाँ, जीवनी का मतलब है बायोग्राफी, जीव चरित्र, अर्थात अन्य व्यक्ति द्वारा लिखित किसी व्यक्ति का जीवन चरित्र है जीवनी. അതായത് മറ്റൊരു വ്യക്തി എഴുതിയ ഒരു വ്യക്തിയുടെ ജീവചരിത്രത്തെയാണ് जीवनी എന്ന് പറയുന്നത്. एक जीवनी में किसी व्यक्ति का चरित्र, उसके जीवन की महत्वपूर्ण घटनाएं आदि का चित्रण होते हैं. അപ്പോൾ ഒരു ജീവനിയിൽ അല്ലെങ്കിൽ ബയോഗ്രഫിയിൽ ഒരു വ്യക്തിയുടെ ക്യാരക്ടറിനെ കുറിച്ചും അയാളുടെ ജീവിതത്തിലെ മുഖ്യ സംഭവങ്ങളെ കുറിച്ചുമുള്ള പരാമർശമുണ്ടാവും. ചാർലി ചാപ്ലിൻ की जीवनी के इस अंश में, ചാർലി ചാപ്ലിന്റെ ജീവചരിത്രത്തിന്റെ ഈ ഭാഗത്തിൽ അപ്പോൾ നമുക്ക് പഠിക്കാനായി നൽകിയിട്ടുള്ള സബ്സെ ബഡാ ഷോമേൻ എന്ന ഈ ഭാഗത്ത് ജീവനികാർ ഗീർ ചതുർവേദിനെ, ജീവചരിത്രകാരനായ ഗീർ ചതുർവേദി 5 साल की दशा में ചാപ്ലിൻ के पहले स्टेज शो का चित्रण किया है. കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ചാർലി ചാപ്ലിന്റെ കൊച്ചു ചാപ്ലിന്റെ ആദ്യത്തെ സ്റ്റേജ് പെർഫോമൻസിനെ കുറിച്ചാണ് ഈ ഭാഗത്ത് ചിത്രീകരിക്കുന്നത്. जीवनी के इस अंश की ओर जरा ध्यान दीजिए. सबसे बड़ा शोमैन എന്ന പേര് നൽകിയിട്ടുള്ള ജീവചരിത്രത്തിന്റെ ഈ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. सबसे बड़ा शोमैन, ഏറ്റവും വലിയ പെർഫോമർ. गाते गाते अचानक मां की आवाज फटकर फुसफुसाहट में तब्दील हो गई. വേദിയിൽ അങ്ങനെ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കെ അച്ചാനക് പെട്ടെന്ന് മാം കി ആവാസ് ഫട്കർ, അമ്മയുടെ ശബ്ദം ഫട്കർ, ഫട്നാമേന് പൊട്ടുക, ഇവിടെ അമ്മയുടെ ശബ്ദം ഇടറുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. അമ്മയുടെ ശബ്ദം ഇടറിയിട്ട് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. ഫുസ്ഫുസാഹട്ട് മേനെ മന്ദ സ്വരമേ കഹന, യാനി വിസ്പറിംഗ്, അതായത് നേർത്ത ശബ്ദത്തിൽ പറയുക. ഇവിടെ അമ്മയുടെ ശബ്ദം ആ പാടുന്ന വോയിസിൽ നിന്ന് മാറിയിട്ട് ഫുസ്ഫുസാഹട്ട് മേ തബ്ദീൽ ഹോ ഗയി. തബ്ദീൽ ഹോന പരിവർത്തിത് ഹോന അല്ലെങ്കിൽ ബദൽന എന്നർത്ഥം, മാറുക. അമ്മയുടെ ശബ്ദം ആ പാടുന്ന വോയിസിൽ നിന്ന് മാറിയിട്ട് പെട്ടെന്ന് വളരെ നേർത്ത സ്വരമായിട്ട് മാറി. ലോഗോं को लगा कि माइक में कुछ खराबी आ गई है. അപ്പൊ അവിടെ കൂടിയിരുന്ന ആ പാട്ട് കേട്ട് ആസ്വദിച്ചുകൊണ്ട് ആ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്ന ലോഗോं को लगा, ആളുകൾക്ക് ആദ്യം തോന്നിയത് മൈക്ക് മേം കുച്ച് ഖരാബി ആ ഗയി ഹെ. ആ മൈക്കിൽ ഗായിക ഗാനം ആലപിക്കുന്ന ആ മൈക്കിൽ കുച്ച് ഖരാബി ആ ഗയി ഹെ. ഖരാബി മേനെ ഫോൾട്ട് അല്ലെങ്കിൽ തകരാറ്, എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായി കാണും എന്നാണ് ആളുകൾ ആദ്യം കരുതിയത്. ഇത് മൈക്കിന്റെ തകരാറായിരിക്കും എന്ന് ജനങ്ങൾ ആദ്യം കരുതി. എന്നാൽ
ആ ഫുസ്ഫുസാകൾ നേർത്ത ശബ്ദം ജാരിജി വീണ്ടും കണ്ടിന്യൂ ചെയ്യുകയുണ്ടായി, വീണ്ടും തുടരുകയുണ്ടായി. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് മൈക്കിന്റെ പ്രശ്നമല്ല എന്ന്. ലോക ചില്ലാനെ ലഗെ, ആളുകൾ ഉറക്കെ ബഹളം വയ്ക്കുവാൻ തുടങ്ങി. കഹീം സേ കുച്ച് ലോഗ്, ആ ഓഡിറ്റോറിയത്തിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് ചില ആളുകൾ മ്യാവു മ്യാവു കി ആവാസ് നികാൽനെ ലഗെ, മ്യാവു മ്യാവു എന്ന ഒച്ചയുണ്ടാക്കുവാനും തുടങ്ങി. ഇസ് അഭദ്ര ശോർ ने माम को स्टेज से हटने को मजबूर कर दिया. इस अभद्र, अभद्र मैंने अशुभ അല്ലെങ്കിൽ അശുഭകരമായ, ശോർ, ശോർ मैंने ബഹളം അല്ലെങ്കിൽ കോലാഹലം, ഈ അശുഭകരമായ കോലാഹലം മാം കോ സ്റ്റേജ് സെ ഹട്നെ കോ മസ്ബൂർ കർ ദിയ, അമ്മയെ ആ വേദിയിൽ നിന്ന് ഹട്നെ കോ പിൻവാങ്ങുന്നതിന് മസ്ബൂർ കർ ദിയ, മസ്ബൂർ കർന मैंने നിർബന്ധിതമാക്കുക, അമ്മയെ ആ വേദിയിൽ നിന്ന് പിൻവാങ്ങുന്നതിന് നിർബന്ധിതമാക്കി. കാരണം ആ ഗാനം ആലപിച്ചുകൊണ്ടിരുന്നപ്പോൾ ശബ്ദമിടറിയിട്ട് വളരെ നേർത്ത ശബ്ദത്തിലേക്ക് അത് മാറുന്നു. ആളുകളൊക്കെ ഒച്ചയുണ്ടാക്കുന്നു. തുടർന്ന് ആ ശബ്ദം നേരെയാക്കി പാടുന്നതിന് അമ്മയ്ക്ക് സാധിക്കുന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആ ഒരു പ്രതികൂല സാഹചര്യത്തിൽ, ആളുകളൊക്കെ വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കുന്ന ആ സാഹചര്യത്തിൽ ആ വേദി വിട്ട് മാറുന്നതിന് അമ്മ നിർബന്ധിതയാവുന്നു. चार्ली को वो अक्सर अपने साथ थिएटर ले जाती थी. ചാർലിയെ वो अक्सर, അവർ മിക്കവാറും, അക്സർ മേനെ മിക്കവാറും, കൊച്ചു ചാപ്ലിനെ അമ്മ മിക്കവാറും അപ്നെ സാത്ത് തിയേറ്റർ ലേ ജാത്തി थी, തന്നോടൊപ്പം ഈ ഇതുപോലുള്ള തിയേറ്ററുകളിലേക്ക് അല്ലെങ്കിൽ ഇത്തരം മ്യൂസിക് പ്രോഗ്രാമുകൾ നടക്കുന്ന വേദികളിലേക്ക് അമ്മ കൊണ്ടുപോവുക പതിവാണ്. ഉസ് ദിൻ ഫി, അന്നേ ദിവസവും, അതായത് അമ്മയുടെ ശബ്ദമിടറിയിട്ട് അവർക്ക് വേദി വിട്ടു മാറേണ്ടി വന്ന ആ ദിവസവും पर्दे के पीछे खड़ा वो आवाज के तमाशे को देख रहा था. पर्दे के पीछे, पर्दा मैंने कर्टन, ആ വേദിയുടെ കർട്ടന് പുറകിൽ നിന്ന്, पर्दे के पीछे खड़ा, കർട്ടന് പുറകിൽ നിന്നുകൊണ്ട് वो आवाज के तमाशे को देख रहा था, നമ്മുടെ കൊച്ചു ചാർലി ആവാസ് കെ തമാശേക്കോ ദേഖ് രഹാ ഥാ, അമ്മയുടെ ശബ്ദമിടറിയപ്പോഴുണ്ടായ ആ ശബ്ദ വ്യതിയാനത്തിലെ തമാശ കാണുന്നുണ്ടായിരുന്നു. മാം ഓർ മാനേജർ മേ ബഹസ് ഹോത്തെ ദേഖ്, അപ്പോൾ അല്പം കഴിഞ്ഞിട്ട് ബാക്ക് സ്റ്റേജിൽ അമ്മയും മാനേജരുമായിട്ട് ബഹസ് ഹോത്തെ ദേഖ്, ബഹസ് മേനെ വാദ് വിവാദ്, തർക്കം എന്നർത്ഥം. അമ്മയും മാനേജരുമായിട്ട് തർക്കം നടക്കുന്നത് അല്ലെങ്കിൽ വല്ലാത്ത വാഗ്വാദം നടക്കുന്നത് കണ്ടിട്ട് വോ വഹാം ഗയ, നമ്മുടെ കൊച്ചു ചാർലി അവിടേക്ക് പോയി, അവരുടെ അടുത്തേക്ക് പോയി. അവന്റെ മനസ്സിൽ വല്ലാത്ത ആശങ്കയുണ്ടായി. എന്തിനാണ് അമ്മയെ മാനേജർ ഇങ്ങനെ വഴക്ക് പറയുന്നത്, എന്താണ് അവിടുത്തെ പ്രശ്നം എന്ന് അന്വേഷിച്ച് നമ്മുടെ കൊച്ചു ചാർലി അവരുടെ അടുത്തേക്ക് പോയി. മാനേജറിനെ ചാർലി കോ മാം കെ കുച്ച് ദോസ്തോ കെ സാമനെ അഭിനയ കർത്തെ ദേഖാ ഥാ. അപ്പോൾ ഈ മാനേജർ, ഈ മ്യൂസിക് പ്രോഗ്രാമിന്റെ മാനേജർ ചാർലിയെ മാം കെ കുച്ച് ദോസ്തോ കെ സാമനെ, അവന്റെ അമ്മയുടെ ചില സുഹൃത്തുക്കൾക്ക് മുന്നിൽ വെച്ച് അഭിനയ കർത്തെ ദേഖാ ഥാ, നന്നായി അഭിനയിക്കുന്നത് കണ്ടിട്ടുണ്ട്. और वो उसे स्टेज पर भेजने की जिद करने लगा. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജർ, ആ പ്രോഗ്രാമിന്റെ അല്ലെങ്കിൽ ആ മ്യൂസിക് പ്രോഗ്രാമിന്റെ മാനേജർ ഉസെ, നമ്മുടെ ചാർലിയെ സ്റ്റേജ് पर भेजने की जिद करने लगा. സ്റ്റേജ് पर भेजने की, ആ വേദിയിലേക്ക് അയക്കുന്നതിന്, भेजना മേനെ അയക്കുക. അപ്പൊ ആളുകൾ ഇങ്ങനെ വലിയ കോലാഹലം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ബഹളം നടക്കുന്ന ആ വേദിയിലേക്ക് അയക്കുന്നതിന് जिद करने लगा. जिद മേനെ ഹഡ്, വാശി അല്ലെങ്കിൽ നിർബന്ധം എന്നർത്ഥം. സിദ് കർന എന്ന് പറഞ്ഞല്ലോ ഹഡ് കർന അല്ലെങ്കിൽ നിർബന്ധിക്കുക എന്നർത്ഥം. അപ്പൊ മാനേജർ കൊച്ചു ചാർലിയെ ആ വേദിയിലേക്ക് അയക്കുന്നതിന് നിർബന്ധിക്കുവാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഒരു തർക്കമാണ് അവിടെ നടക്കുന്നത്. കാരണം ആ മ്യൂസിക് പ്രോഗ്രാം തകർന്നത് അമ്മയെ പോലെ തന്നെ ആ മാനേജരെയും കുഴപ്പത്തിലാക്കി. എങ്ങനെയും അവിടെ ആ ഷോ മുന്നോട്ട് കൊണ്ടുപോയേ തീരൂ. മറ്റു യാതൊരു പ്രതിവിധിയും അപ്പോൾ അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ള ആ കൊച്ചു ചാർലിയെ ആ സമയത്ത് വേദിയിലേക്ക് അയക്കുകയല്ലാതെ മറ്റൊരു പോംവഴി അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നില്ല. മാ ഡർഗി, അമ്മ വല്ലാതെ പേടിച്ചു. കാരണം അവരുടെ മനസ്സിലെ ചിന്ത ഇപ്രകാരമായിരുന്നു, 5 साल का बच्चा ये उग्र भीड़ को झेल पाएगा. കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ഈ കൊച്ചു ചാർലി
इस उग्र भीड़ को, भीड़ में ക്രൗഡ് എന്നർത്ഥം, ആൾക്കൂട്ടം. ഈ വലിയൊരു ആൾക്കൂട്ടത്തെ, പ്രത്യേകിച്ചും ഒരു മ്യൂസിക് പ്രോഗ്രാമിങ്ങിന് ഫെയിലിയർ ആയിട്ട് വളരെയധികം ഒച്ചപ്പാടുണ്ടാക്കി നിൽക്കുന്ന, അല്ലെങ്കിൽ വലിയൊരു ബഹളമൊക്കെ ഉണ്ടാക്കി നിൽക്കുന്ന ഈ ഒരു വലിയ ആൾക്കൂട്ടത്തെ ഛേൽപായേക, ഛേൽനാമേന് ടു സഫർ അല്ലെങ്കിൽ സഹിക്കുക എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ ജനക്കൂട്ടത്തെ ഈ കൊച്ചു ചാർലിക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ അവരുടെ മുന്നിൽ നിന്ന് അവന് പെർഫോം ചെയ്യാൻ കഴിയുമോ? ഈ ഒരു ചിന്തയാണ് അമ്മയെ വല്ലാതെ ആശങ്കയിലാക്കിയത്. അവർ വല്ലാതെ പേടിച്ചു. കാരണം ഇത്തരം ഒരു ആൾക്കൂട്ടത്തിന് മുന്നിൽ ഈ കൊച്ചുകുട്ടിക്കെന്നല്ല, ഒരു മുതിർന്ന വ്യക്തിക്ക് പോലും നന്നായി ചെന്ന് പെർഫോം ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എൻ്റെ മകൻ, ഈ 5 വയസ്സ് മാത്രമുള്ള കൊച്ചു ചാർലി എങ്ങനെ ഈ ജനസമൂഹത്തിന് മുന്നിൽ നിന്ന് പെർഫോം ചെയ്യും എന്ന ചിന്ത അമ്മയുടെ മനസ്സിൽ വല്ലാത്ത ഭയം നിറച്ചു. देखिए बच्चों, यहाँ सबसे बड़ा शोमैन किसकी जीवनी का अंश है? ഇവിടെ सबसे बड़ा शोमैन എന്ന ഈ പാഠഭാഗം കിസ്കി ജീവനി കാ അംശ് ഹെ, ആരുടെ ജീവചരിത്രത്തിന്റെ ഭാഗമാണ്? ചാർലി ചാപ്ലിൻ की, വിഖ്യാത കലാകാരനായ ചാർലി ചാപ്ലിൻ്റെത്. तो ജീവനികാർ का नाम क्या है? ഈ ജീവചരിത്രം ആരാണ് എഴുതിയിട്ടുള്ളത്? ഗീത് ചതുർവേദി. ഗീത് ചതുർവേദി എന്ന എഴുത്തുകാരനാണ് ഇത് എഴുതിയിട്ടുള്ളത്. യഹാ അചാനക് കിസ്കി ആവാസ് ഭട്ട് ജാതി ഹെ, ഇവിടെ പെട്ടെന്ന് ആരുടെ ശബ്ദമാണ് ഇടറുന്നത്? ചാർലി की മാം की ആവാസ്, ചാർലി ചാപ്ലിന്റെ അമ്മയുടെ ശബ്ദമാണ് വേദിയിൽ ഇടറുന്നത്. ചാർലി की मां की आवाज फटने पर लोगों की प्रतिक्रिया क्या थी? അപ്പോ ചാപ്ലിന്റെ അമ്മയുടെ ശബ്ദമിടറിയപ്പോ ആ ഓഡിറ്റോറിയത്തിൽ എത്തിയിരുന്ന ആളുകളുടെ പ്രതികരണം എപ്രകാരമായിരുന്നു? ലോഗ് ചില്ലാനെ ലഗി, ആളുകൾ ഉറക്കെ ബഹളം വയ്ക്കുവാൻ തുടങ്ങി. കഹീ സേ കുച്ച് ലോഗ് മ്യാവൂ മ്യാവൂ की आवाज निकालने लगे, ചില ഭാഗങ്ങളിൽ നിന്ന് കുറച്ച് ആളുകൾ മ്യാവൂ മ്യാവൂ എന്ന ഒച്ച പുറപ്പെടുവിക്കുവാനും തുടങ്ങി. तो बताइए, चार्ली की माम को स्टेज से क्यों हटना पड़ा? ചാർലിയുടെ അമ്മയ്ക്ക് ആ വേദിയിൽ നിന്ന് ക്യോം ഹട്ന പട, എന്തുകൊണ്ടാണ് പിൻവാങ്ങേണ്ടി വന്നത്? ചാർലി की मां की आवाज फटकर फुसफुसाहट में तब्दील हो गई. ചാർലിയുടെ അമ്മയുടെ ശബ്ദമിടറിയിട്ട് അത് ഫുസ്ഫുസാഹട്ട് में तब्दील हो गई, വളരെ നേർത്ത ശബ്ദമായിട്ട് അത് മാറുന്നു. ലോഗ് ചില്ലാനെ ലഗെ, ആളുകൾ ഉറക്കെ ബഹളം വയ്ക്കുവാൻ തുടങ്ങി. അതാ ചാർലി की माम को സ്റ്റേജ് സേ ഹട്ന പട, അതുകൊണ്ട് തന്നെ ചാർലിയുടെ അമ്മയ്ക്ക് ആ സ്റ്റേജിൽ നിന്ന് വിടവാങ്ങേണ്ടി വരുന്നു. तो माम की आवाज फटते समय ചാർലി क्या कर रहा था? അപ്പോൾ തന്റെ അമ്മയുടെ ശബ്ദമിടറിയ സമയത്ത് ചാർലി എന്ത് ചെയ്യുകയായിരുന്നു? ചാർലി पर्दे के पीछे खड़ा आवाज के तमाशे को देख रहा था. ചാർലി എവിടെ ഉണ്ടായിരുന്നു? ചാർലി കർട്ടന് പുറകിൽ നിന്ന് ആവാസ് കെ തമാശെ കോ ദേഖ് രഹാ था, ആ ശബ്ദ വ്യതിയാനത്തിലെ ആ തമാശ കാണുന്നുണ്ടായിരുന്നു. ചാർലി കോ സ്റ്റേജ് पर भेजने की जिद करने लगा. कौन? ആരാണ് കൊച്ചു ചാപ്ലിനെ വേദിയിലേക്ക് അയക്കുന്നതിന് വാശി പിടിച്ചത്? മാനേജർ. അപ്പൊ ആ ഷോയുടെ മാനേജറാണ് കൊച്ചു ചാപ്ലിനെ വേദിയിലേക്ക് എത്തിക്കുന്നതിന്, അല്ലെങ്കിൽ വേദിയിലേക്ക് അയക്കുന്നതിന് വാശി പിടിച്ചത്. ചാർലി की मां क्यों डर गई? എന്തുകൊണ്ടാണ് ഇവിടെ ചാർലിയുടെ അമ്മ വല്ലാതെ പേടിച്ചത്? इसका कारण तो ये है कि 5 साल का बच्चा ചാർലി, കേവലം 5 വയസ്സ് മാത്രം പ്രായമുള്ള ചാർലി इस उग्र भीड़ को कैसे झेल पाएगा? ഈ വലിയ ആൾക്കൂട്ടത്തെ, പ്രത്യേകിച്ചും ഇങ്ങനൊരു പ്രോഗ്രാം തകർന്നതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ പ്രോഗ്രാം പരാജയപ്പെട്ടതുകൊണ്ട് തന്നെ വളരെയധികം ബഹളമുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കുന്ന ഈ ഒരു ജനസമൂഹത്തെ കൊച്ചു ചാപ്ലിൻ എങ്ങനെ കൺട്രോൾ ചെയ്യും? അവിടെ എങ്ങനെ അവന് പെർഫോം ചെയ്യാൻ കഴിയും? ഇതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്, ഇത് ചിന്തിച്ചിട്ടാണ് മാ ഡർ ഗയി, അമ്മ പേടിച്ചത്. इस जीवनी के आगे के भाग को लेकर अगले क्लास में हम फिर मिलेंगे. അപ്പോൾ സബ്സെ ബഡാ ഷോമാൻ എന്ന ഈ ജീവചരിത്രത്തിന്റെ തുടർന്നുള്ള ഭാഗവുമായി
അടുത്ത ക്ലാസ്സിൽ നാം വീണ്ടും കാണുന്നതാണ്. ധന്യവാദം.